أعوذ بالله من الشيطان الرجيم وهو الذي أرسل الرياح بشرا بين يدي رحمته وأنزلنا من السماء ماء طهورا لنحيي به بلدة ميتا ونسقيه مما خلقنا أنعاما وأناسيا كثيرا ولقد صرفناه بينهم ليذكروا فأبى أكثر الناس إلا كفورا. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സൂറത്തുൽ ഫുർഖാനിലൂടെയുള്ള നമ്മുടെ ഈ വിശദീകരണത്തിൽ 47 ആയത്തുകളാണ് ഇതിനകം നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞത്. ഇന്ന് 48 മുതൽക്കുള്ള ഏതാനും ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് വിവരിക്കുവാനുള്ളത്. സത്യത്തെ കൃത്യമായ നിലക്ക് മനസ്സിലാക്കുവാനും പിന്തുടരുവാനും സർവശക്തനായ റബ്ബ് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുദ്റത്ത്, സമ്പൂർണമായ അവൻ്റെ കഴിവും ശക്തിയുമൊക്കെ മനസ്സിലാക്കി തരുന്ന വചനങ്ങളാണ് കഴിഞ്ഞ ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. അതിൻ്റെ ഒരു തുടർ കാര്യം എന്ന നിലക്ക് തന്നെ അള്ളാഹു നമുക്ക് ചെയ്തു തന്നിട്ടുള്ള വലിയ അനുഗ്രഹങ്ങൾ, അവൻ്റെ മാത്രം പ്രത്യേകമായ കഴിവുകൾ, അവൻ്റെ ശക്തി, മാഹാത്മ്യങ്ങൾ എല്ലാം നമുക്ക് വ്യക്തമാക്കി തരുന്ന ഏതാനും വചനങ്ങളാണ് ഇന്ന് നമുക്ക് വിശദീകരിക്കുവാനുള്ളത്. അള്ളാഹു പറയുന്നു, വഹുവല്ലദീ അർസല റിയാഹ. കാറ്റിനെ സംബന്ധിച്ചാണ് അള്ളാഹു ഈ വചനങ്ങളിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വഹുവ, അവൻ ആരാണ്? അള്ളാഹു ആരാണ്? വഹുവ, അവൻ അല്ലദീ അർസല, അയച്ചവനാണ്. അർസല നമുക്കെല്ലാവർക്കും സുപരിചിതമായ പദമാണ്. അല്ലദീ അർസല, അയച്ചവനാണ് അല്ലാഹു. എന്തിനെ? അരിയാഹ, കാറ്റുകളെ. റീഹുൻ എന്നുള്ളതിൻ്റെ ബഹുവചന പ്രയോഗമാണ് റിയാഹ്. അർസല റിയാഹ, കാറ്റുകളെ അവൻ അയച്ചവനാണ്. ഏത് നിലക്ക്? ബുഷ്റൻ, സന്തോഷവാർത്ത അറിയിക്കുന്ന നിലക്ക്. സന്തോഷവാർത്തയായിക്കൊണ്ട് കാറ്റിനെ അയച്ചവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ബൈന യദൈ റഹ്മത്തിഹി, അവൻ്റെ കാരുണ്യത്തിൻ്റെ മുമ്പിലായി. ഇവിടെ റഹ്മത്ത്, അവൻ്റെ കാരുണ്യം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മഴയാണ്. അപ്പം മഴ എന്ന അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ മുന്നോടിയായിക്കൊണ്ട് ഒരു സന്തോഷവാർത്തയായി കാറ്റുകളെ അയച്ചവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. വഹുവല്ലദീ അർസല റിയാഹ ബുശ്റൻ ബൈന യദൈ റഹ്മതിഹി വഅൻസൽനാ, നാം ഇറക്കുകയും ചെയ്തിരിക്കുന്നു. അല്ലാഹു തന്നെ പറയാണ്, വഅൻസൽനാ, നാം ഇറക്കുകയും ചെയ്തു, മിനസ് സമായി, ആകാശത്ത് നിന്ന് അല്ലെങ്കിൽ ഉപരിഭാഗത്ത് നിന്ന്. ഭൂമിയിൽ നിന്ന് മുകളിലുള്ളതാണ് സമാ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഉപരിഭാഗം, ആകാശം എന്നുള്ളതിനൊക്കെ സമാ എന്നാണ് പ്രയോഗിക്കുക.
അപ്പൊ ഉപരിഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ആകാശത്ത് നിന്ന് നാം ഇറക്കുകയും ചെയ്തു മാ അൻ തഹൂറ, വളരെ ശുദ്ധമായ ജലം. മാ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വെള്ളം. വെള്ളം ഇറക്കുകയും ചെയ്തു. തഹൂറൻ എന്ന് പറഞ്ഞാൽ അതിശുദ്ധമായ, വളരെ പ്യുവറായ, വളരെ ശുദ്ധമായ തഹൂറായ വെള്ളത്തെ നാം ഇറക്കുകയും ചെയ്തു. എന്തിന്? എന്തൊക്കെ ഉപകാരങ്ങൾ? ലി നുഹ്യിയ ബിഹി, ലി നുഹ്യിയ, അത് മുഖേന നാം ജീവൻ നൽകുവാൻ വേണ്ടി. ലിനുഹ്യിയ, നാം ജീവിപ്പിക്കുവാൻ വേണ്ടി. അഹ്യാ, ജീവിപ്പിച്ചു. അതിന്റെ മുദാരിഅാണ് യുഹ്യി. ലിനുഹ്യിയ, നാം ജീവിപ്പിക്കുവാൻ വേണ്ടി. ബിഹി, അത് മുഖേന. ബൽദത്തം മൈത, ചത്ത് കിടക്കുന്ന നാടിനെ. ബൽദത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബലത്, ബൽദത്ത് എന്നൊക്കെ പറയുന്നത് രാജ്യത്തിനാണ്. ബൽദത്തൻ എന്ന് പറഞ്ഞാൽ രാജ്യത്തെ. ബൽദത്തൻ മൈത്ത, മൈത്തൻ എന്ന് പറഞ്ഞാൽ നിർജീവമായ, ചത്ത് കിടക്കുന്ന രാജ്യത്തെ നാം ജീവിപ്പിക്കുവാൻ വേണ്ടി മഴയിലൂടെ. അതുപോലെ തന്നെ വ നുസ്ഖിയഹു, വ നുസ്ഖിയഹു, അതിനെ നാം കുടിപ്പിക്കുവാനും, അതിനെ നാം കുടിപ്പിക്കുവാനും, കുടിക്കാൻ കൊടുക്കുവാൻ. അസ്ഖാ യുസ്ഖി, നുസ്ഖി, നാം കുടിപ്പിക്കുവാനും. ഹു, അതിനെ, ആ വെള്ളത്തെ നാം കുടിപ്പിക്കുവാനും. ആർക്ക്? മിമ്മാ ഖലഖ്ന, നാം സൃഷ്ടിച്ചിട്ടുള്ളവയ്ക്ക്. മിമ്മാ ഖലഖ്ന, നാം സൃഷ്ടിച്ചതിൽപ്പെട്ട എന്നാണ് അർത്ഥം. മിമ്മാ ഖലഖ്ന, നാം സൃഷ്ടിച്ചതിൽപ്പെട്ട. ആർക്കൊക്കെ? അൻആമൻ, കാലികൾക്ക്. അൻആമ്, കാലികൾ. ആട്, മാട്, ഒട്ടകം. ഇത് മൂന്നും ഉൾക്കൊള്ളുന്ന പ്രയോഗമാണ് അൻആമ്. ആടുമാടൊട്ടകം, ആടുമാടൊട്ടകങ്ങൾ, അല്ലെങ്കിൽ മൊത്തത്തിൽ കാലികൾ എന്ന് പറയാം. അപ്പൊ അൻആമ്, കന്നുകാലികൾക്ക് കുടിപ്പാൻ കൊടുക്കാൻ. അതുപോലെ തന്നെ വ അനാസിയ, വ അനാസിയ കസീറ, ധാരാളം ധാരാളം മനുഷ്യന്മാർക്കും. വ അനാസിയ കസീറ, വളരെയധികം ജനങ്ങൾക്കും അത് കുടിപ്പിക്കുവാൻ വേണ്ടിയാണ് അള്ളാഹു അങ്ങനെ അതിനെ ഇറക്കിയിട്ടുള്ളത്. ഇൻസിയ്, ഇൻസിയ് മനുഷ്യൻ, അനാസിയ് മനുഷ്യന്മാർ. അപ്പോ ആ നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ഉപകാരവും എടുത്തു പറഞ്ഞിരിക്കുകയാണ്. തുടർന്നുകൊണ്ട് പറയുന്നു വലഖദ് സറഫ്നാഹു ബൈനഹും, അതിനെ അവർക്കിടയിൽ നാം കൈകാര്യം ചെയ്തിരിക്കുന്നു. സ്വറഫ, സ്വറഫ എന്ന് പറഞ്ഞാൽ കൈകാര്യം ചെയ്തു, അല്ലെങ്കിൽ വിഹിതം ചെയ്തു എന്നൊക്കെ പറയാം. തസ്രീഫ്. വസറഫ്നാഹു, അതിനെ നാം കൈകാര്യം ചെയ്തിരിക്കുന്നു. ബൈനഹും, അവർക്കിടയിൽ. അവർക്കിടയിൽ ആ മഴ, ആ മഴവെള്ളത്തെ നാം കൈകാര്യം ചെയ്തിരിക്കുകയാണ്. എന്താണ്? നമുക്ക് ശേഷം വിശദീകരിക്കും, മനസ്സിലാവും. എന്തിന്? ലിയദ്ദക്കറു, അവർ ഉറ്റാലോചിക്കുവാൻ വേണ്ടി. ഇദ്ദക്കറ, നന്നായി ആലോചിച്ചു, നന്നായി ചിന്തിക്കുവാൻ വേണ്ടി. ലിയദ്ദക്കറു, അള്ളാഹു പറയണം. ഫഅബാ, എന്നാൽ വിസമ്മതിച്ചിരിക്കുകയാണ്. അള്ളാഹു തുടർന്നുകൊണ്ട് പറയുന്നു ഫഅബാ, എന്നാൽ വിസമ്മതിച്ചു. അബാ എന്ന് പറഞ്ഞാൽ വിസമ്മതിച്ചു. വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലത്ത് ആ പ്രയോഗം കാണാം. അള്ളാഹു സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചപ്പോൾ മലക്കുകളൊക്കെ സുജൂദ് ചെയ്തു. ഇല്ല ഇബ്ലീസ്, ഇബ്ലീസ് ഒഴികെ. അബാ, അവൻ വിസമ്മതിച്ചു, അവൻ സമ്മതിച്ചില്ല, കൂട്ടാക്കിയില്ല. അബാ യഅബാ, വിസമ്മതിച്ചു എന്നിങ്ങനെ. അപ്പോ ഫഅബാ, എന്നാൽ വിസമ്മതിച്ചു. ആര്? അക്സറുന്നാസി, ജനങ്ങളിൽ അധിക പേരും. ജനങ്ങളിൽ അധിക പേരും കൂട്ടാക്കാതിരിക്കുകയാണ്, വിസമ്മതിച്ചിരിക്കുകയാണ്. എന്തിനല്ലാതെ? ഇല്ല കുഫൂറ, നന്ദികേടിനെയല്ലാതെ. നന്ദികേടല്ലാതെ മനുഷ്യന്മാരുടെ ഭാഗത്തു നിന്ന് ഇതൊക്കെ കിട്ടിയിട്ടും ഉണ്ടാകുന്നില്ല. അക്സറുന്നാസി, ജനങ്ങളിൽ ഭൂരിഭാഗവും. ഇല്ല കുഫൂറ, കുഫൂർ എന്ന് പറഞ്ഞാൽ നന്ദികേട്. നന്ദികേടിനെ അല്ലാതെ അവരുടെ ഭാഗത്തു നിന്ന് മറ്റൊന്നും ഉണ്ടാകുന്നില്ല. ഇതാണ് 48, 49, 50 ഇങ്ങനെ 3 ആയത്തുകളാണ് ഇന്ന് ഞാൻ നിങ്ങളെ തുടക്കത്തിൽ പാരായണം ചെയ്ത് കേൾപ്പിച്ചത്. സഹോദരങ്ങളെ,
വളരെ പ്രാധാന്യത്തോടുകൂടി പല കാര്യങ്ങൾ നമുക്ക് ഈ വചനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്നിട്ടുള്ള ധാരാളം അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ പരമപ്രാധാന്യമർഹിക്കുന്ന ഒരു അനുഗ്രഹത്തെയാണ് ഇവിടെ റബ്ബുൽ ആലമീൻ എടുത്തു പറഞ്ഞിരിക്കുന്നത്. എന്താണത്? കാറ്റിനെ അല്ലാഹു തആല നമുക്ക് അയച്ചു തന്നവനാണ്. വഹുവല്ലദീ അർസല റിയാഹ, കാറ്റുകളെ അയച്ചു തന്നു. എന്തിന്? ബുശ്റൻ, സന്തോഷവാർത്ത അറിയിക്കുന്ന കാറ്റുകളാണ്. അപ്പോ കാറ്റുകൾ ബൈന യദൈ റഹ്മത്തിഹി, അവന്റെ കാരുണ്യത്തിന്റെ മുന്നോടിയായിട്ട് സന്തോഷവാർത്ത അറിയിച്ചുകൊണ്ടാണ് കാറ്റ് വരിക. അങ്ങനെ ചില കാറ്റുകളുണ്ട്. കാറ്റുകൾ പരിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ സഹോദരങ്ങളെ, റീഹ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു കാറ്റ് എന്നാണ്. റിയാഹ് അതിന്റെ ബഹുവചനാണ്. പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചു നോക്കിയാൽ പല വിധത്തിലുള്ള കാറ്റുകൾ പരിചയപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഖുർആനികമായ വചനങ്ങളെ വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ അള്ളാഹു അത് പറഞ്ഞതും പ്രയോഗിച്ചതും ഒക്കെ നമ്മുടെ ചിന്തക്ക് നമ്മെക്കൊണ്ടാകുന്ന നിലക്ക് നമ്മൾ ചിന്തിക്കണം. വെറുതെ അങ്ങ് പറഞ്ഞു പോകലല്ല, നമ്മൾ ആലോചിക്കണം. ഒരു കാറ്റിനെ പറ്റി പറഞ്ഞപ്പോഴൊക്കെ അള്ളാഹു ആ കാറ്റ് ഇവിടെ, റബ്ബ് ഇവിടെ എന്തിനാണ് കാറ്റിനെ അയക്കുന്നത്? പല വിധത്തിലുള്ള ഒരുപാട് ലക്ഷ്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഈ കാറ്റിലൂടെയുണ്ട്. അതൊക്കെ വിശുദ്ധ ഖുർആൻ നമുക്ക് പലയിടത്തായി പറഞ്ഞു തന്നിരിക്കുകയാണ്. അപ്പൊ ഇവിടെ പറഞ്ഞ വിഷയം എന്താണ്? കാറ്റ് സന്തോഷവാർത്തയായിക്കൊണ്ട് കാറ്റ് വരും. അതെന്താ സന്തോഷവാർത്തയായിക്കൊണ്ട് കാറ്റ് വരിക എന്ന് പറഞ്ഞാൽ? ബൈന യദൈ റഹ്മത്തിഹി, അള്ളാന്റെ റഹ്മത്തിന്റെ മുന്നോടിയായിക്കൊണ്ട് അടിക്കുന്ന കാറ്റ്. ഇവിടെ റഹ്മത്ത് കൊണ്ട് ഉദ്ദേശം അവന്റെ മഴയാണ്. അപ്പൊ മഴ വരുന്നതിന് നമ്മളൊരു നല്ല തണുത്ത കാറ്റ് ഇങ്ങനെ അടിച്ച് വീശുമ്പോൾ നമ്മൾ പറയും, അതിനെപ്പറ്റി നല്ല അറിവും പക്വതയൊക്കെ ഉള്ള പഴയ കാലത്തുള്ള ആളുകളൊക്കെ പറയും, ഒരു കാറ്റ് കണ്ടാൽ മതി അവർക്ക്. ആ കാറ്റുണ്ട് ശരീരത്തിൽ തട്ടിയാൽ അവർ പറയും, ഇത് നല്ലൊരു മഴക്കാറ്റാണ്, എവിടെയോ മഴ പെയ്യുന്നുണ്ട്, നല്ല ഒരു മഴ കിട്ടാനായിട്ടുണ്ട്, ഇനി നമുക്ക് കാലികളെ കുടിപ്പിക്കാനും കൃഷിക്കൊക്കെ വെള്ളാവും എന്ന് അവർ പറയാറുണ്ട്. അപ്പം ആ നിലക്ക് ചില മഴ വരുന്നതിൻ്റെ മുമ്പേ ഇതാ മഴ വരാൻ പോകുന്നു, മഴ കിട്ടാൻ പോകുന്നു എന്ന സുവിശേഷം അറിയിക്കുന്ന കാറ്റുകളായിക്കൊണ്ട് വരാറുണ്ട് ചില കാറ്റുകൾ. ഇത് വിശുദ്ധ ഖുർആൻ ഇപ്പൊ സൂറത്തുൽ ഫുർഖാനിലെ ഈ 48-ാമത്തെ ആയത്തിലാണല്ലോ ഇപ്പൊ നമ്മൾ ഈ കേട്ടത്. ഇതേ ആശയം അല്ലാഹു തആല പല സ്ഥലത്തും പറയുന്നുണ്ട്. ഉദാഹരണം സൂറത്തുർ റൂമിലെ 46-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, വമിൻ ആയാതിഹി അൻ യുർസിലർ റിയാഹ മുബശ്ശിറാത്ത്. കണ്ടോ? ومن آياته أن يرسل الرياح مبشرات وليذيقكم من رحمته ولتجري الفلك بأمره ولتبتغوا من فضله ولعلكم تشكرون. 5 ഗുണങ്ങൾ, 5 പ്രത്യേകത കാറ്റിനെ ആ ഒരൊറ്റ ആയത്തിൽ അള്ളാഹു പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം സഹോദരങ്ങളെ. ഒമിൻ ആയാത്തിഹി, അല്ല പറയാണ് അള്ളാഹു ഉണ്ട് എന്നും അള്ളാഹുവിന് വലിയ കഴിവുകളുണ്ട് എന്നും അവനെപ്പോലെ കഴിവുള്ളവരില്ല എന്നും അവൻ്റെ ഖുദ്റത്ത് സമ്പൂർണമാണ് എന്നുമൊക്കെ കൃത്യമായി നമുക്ക് അറിയിച്ചു തരുന്ന ഏകനായ അവൻ മാത്രമേ ആരാധ്യനായിട്ടുള്ളൂ എന്നുള്ളതിനൊക്കെയുള്ള തെളിവുകളിൽപ്പെട്ടതാണ്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒമിൻ ആയാത്തിഹി എന്ന് പറഞ്ഞാൽ എന്താണ് തെളിവ്? അൻ യുർസില റിയാഹ, കാറ്റുകളെ അവൻ അയക്കുന്നവനാണ്. എങ്ങനെ? മുബശ്ശിറാത്തിൻ, സന്തോഷവാർത്ത അറിയിക്കുന്ന കാറ്റുകൾ. കണ്ടോ? അപ്പൊ കാറ്റുകൾ സന്തോഷവാർത്ത അറിയിക്കും. അതിലൂടെ പിന്നെയോ വലിയുദീഖക്കും മിർ റഹ്മത്തിഹി, അവന്റെ കാരുണ്യത്തിൽ നിന്ന് ചിലത് നിങ്ങൾക്ക് ആസ്വദിപ്പിക്കുവാൻ വേണ്ടിയാണ് കാറ്റുകളെ അയക്കുന്നത്. കണ്ടോ? വലി തജ്രിയൽ ഫുൽകു ബി അംരിഹി, അവന്റെ കൽപ്പന പ്രകാരം കപ്പലുകൾ സഞ്ചരിക്കുവാൻ വേണ്ടിയുമാണ് കാറ്റിനെ അയക്കുന്നത്. കണ്ടോ? കടലിലൂടെ കപ്പൽ സഞ്ചരിക്കുവാൻ കാറ്റ് ആവശ്യമാണ്. കാറ്റിന്റെ ഉപകാരങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ചിന്തിക്കാറില്ല. കാറ്റില്ലെങ്കിൽ ഇവിടെ കടലിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നില്ല കപ്പലുകൾക്ക്. ഒരു കാലഘട്ടത്തിൽ ഇന്നത്തെ അധുനാധുന ജലഗതാഗത സംവിധാനങ്ങളൊക്കെ വരുന്നതിൻ്റെ മുമ്പ് ആദ്യ കാലഘട്ടത്തിൽ പായ്ക്കപ്പലുകളാണല്ലോ യാത്രയ്ക്കും ചരക്കുകൾ കടത്തിനും വേണ്ടി ഉപയോഗപ്പെടുത്തിയിരുന്നത്. ആ പായ്ക്കപ്പലുകൾ കാറ്റിന്റെ ദിശക്കനുസരിച്ചായിരുന്നു, കാറ്റിനനുസരിച്ചാണ് അവ സഞ്ചരിച്ചിരുന്നത്. അവയെ സഞ്ചരിപ്പിച്ചിരുന്നത് കാറ്റുകളാണ്. നമ്മൾ മനസ്സിലാക്കണം.
ആ കാറ്റ് തന്നെ അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതോടൊപ്പം ആ കാറ്റ് ശാന്തമായ കാറ്റ് കിട്ടണം. ഇല്ലെങ്കിൽ കാറ്റും കോളും അതിഗൗരവമായാൽ പായ്ക്കപ്പൽ ആടിയുലഞ്ഞു മുങ്ങാൻ പോകും. അതീവ ഗുരുതരമായ അവസ്ഥയെ അവിടെ ഉണ്ടാക്കുന്നത്. അപ്പൊ ആ നിലക്കൊന്നും അല്ലാതെ ശാന്തമായ കാറ്റ് കപ്പൽ പോകാൻ. ഇന്നിപ്പോ ഈ സംവിധാനങ്ങളുള്ള ഈ കാലഘട്ടത്തിൽ പോലും കാറ്റിന്റെ ഗതിക്കനുസരിച്ച് തന്നെയാണ് യന്ത്രക്കപ്പലുകൾ മുന്നോട്ട് പോകുന്നത്. ഇന്നിപ്പോ പായ്ക്കപ്പലുകളൊന്നുമല്ല, കാറ്റിന്റെ അനുസരിച്ചൊന്നുമല്ല സഞ്ചരിക്കുക. പക്ഷേ കാറ്റിന്റെ ഗതിവിഗതികൾക്കനുസരിച്ച് തന്നെയാണ് ഇന്നത്തെ ഈ അധുനാധുന കാലഘട്ടത്തിലെ നമ്മുടെ വലിയ ഏറ്റവും മോഡേണായ കപ്പലുകൾക്ക് പോലും സഞ്ചരിക്കണമെങ്കിൽ കാറ്റ് അത് നല്ല നിലക്ക് അനുകൂലമായിരിക്കണം. അപ്പോൾ കാറ്റ് ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് കടൽ സഞ്ചാരത്തിനുള്ള സഹായകമായിട്ട്. അതാണ് അള്ളാഹു പറയുന്നത്. മാത്രമല്ല എന്തൊക്കെ ഉപകാരങ്ങളാ പറയുന്നത്? വലിതബ്തഗൂ മിൻ ഫദ്ലിഹി, അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് നിങ്ങൾ തേടുവാനും വേണ്ടി. അപ്പോ ഉപജീവന മാർഗത്തിനും ആളുകൾ കപ്പലിലൂടെയൊക്കെ സഞ്ചരിച്ച് കടലിലൂടെയൊക്കെ പല വിധത്തിലുള്ള പ്രവർത്തനങ്ങളും ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്. ഉപജീവന മാർഗമായിട്ട് ആളുകൾ അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതൊക്കെ ഈ കാറ്റിന്റെ ഉപകാരത്തിലൂടെയാണ്. കാറ്റ് ശക്തമായി കഴിഞ്ഞാൽ അള്ളാന്റെ ഔദാര്യം കടലിൽ നിന്ന് തേടാൻ പോകാൻ പാടില്ല എന്നാ പറയാ. കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് പറയുമെന്ന് അതിശക്തമായ ഇന്ന കാറ്റ് വരാൻ പോകുന്നുണ്ട്, അതുകൊണ്ട് മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകളൊന്നും ഇത്ര ദിവസത്തിന് ആരും പോകരുത്. എന്താ മാനദണ്ഡം? കാറ്റ്. കണ്ടോ? അപ്പോ ഉപജീവന മാർഗത്തിനും കൂടെ കാറ്റ് അനുകൂലമാണ്. വലഅല്ലക്കും തഷ്കുറൂൻ, ഇതൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു പറയാണ് നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടി. ഇതൊക്കെ ആലോചിക്കാറുണ്ട്. നമ്മൾ മത്സ്യം അങ്ങനെ കഴിക്കുന്നുണ്ടല്ലോ, മത്സ്യം അങ്ങനെ കഴിക്കുന്നുണ്ട്. നമ്മൾ എവിടുന്നാത് വന്നത്? ആര് പോയി പിടിച്ചതാ? ഇതിനും വേണം കാറ്റ് അനുകൂലമാകണം, അല്ലെങ്കിൽ പോകാൻ കഴിയില്ല. പല വിധത്തിലുള്ള സംവിധാനങ്ങളുണ്ട്. നമ്മൾ എന്തൊക്കെ അനുഭവിക്കുന്നുവോ ഓരോന്നിൻ്റെയും പിന്നിൽ കാരുണ്യവാനായ റബ്ബ് ഒരുക്കി വെച്ചിട്ടുള്ള സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും എത്രയാണ് സഹോദരങ്ങളെ. അപ്പൊ ഇതൊക്കെ നാം ഏറെ ചിന്തിക്കണം. അപ്പൊ ഇവിടെ അല്ലാഹു തആല ആ നിലക്ക് അവന്റെ കാരുണ്യത്തിന്റെ മുന്നോടിയായിക്കൊണ്ട് കാറ്റുകളെ അയക്കുന്നു. സൂറത്തുൽ അഅറാഫ് 7-ാമത്തെ ആയത്തിലും ഇതേ ആശയം പറയുന്നുണ്ട്. എന്ത്? ഈ നിലക്ക് അവന്റെ കാരുണ്യത്തിന്റെ മുന്നോടിയായിക്കൊണ്ട് സന്തോഷ വാർത്തയായി കാറ്റുകളെ അയക്കുന്നവനാണവൻ. മാത്രമല്ല ആ കാറ്റുകൾ മേഘങ്ങളെ വഹിച്ചു കൊണ്ടുപോകുന്നുണ്ട് എന്നാണ്. അതിഗംഭീരമായ കനത്ത നല്ല വെയിറ്റുള്ള മേഘങ്ങളെ ഈ കാറ്റുകളാണ് വഹിച്ചു കൊണ്ടുപോകുന്നത്. ആ കാറ്റിലൂടെ കാറ്റിങ്ങനെ കനത്ത മഴവെള്ളമുള്ള അല്ലെങ്കിൽ മഴമേഘങ്ങളെ വഹിച്ചു കൊണ്ടുപോയിട്ട് ആവശ്യമുള്ള നിർജീവമായ രാജ്യത്തേക്ക് അതിനങ്ങോട്ട് തെളിച്ചു കൊണ്ടുപോകണം. ഈ കാറ്റാ തെളിച്ചു കൊണ്ടുപോകുന്നത്. കാറ്റാണ് ഡ്രൈവർ. ഇതിനെ ഈ മഴമേഘത്തെ തെളിച്ചു കൊണ്ടുപോകുന്നത് കാറ്റാണ്. എന്നിട്ട് അതിലൂടെ ആവശ്യമായ പ്രദേശത്തേക്ക് അള്ളാഹു അവിടെ വെള്ളം ഇറക്കിക്കൊടുക്കുകയാണ്. അങ്ങനെ അതിലൂടെ സസ്യലതാദികളും ഉൽപ്പന്നങ്ങളും നാം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് സൂറത്തുൽ അഅറാഫിൽ ഇതേ ആശയം 7-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്. അപ്പൊ ഈ രൂപത്തിൽ കാറ്റിനെ പറ്റി അള്ളാഹു വിശദീകരിച്ചു. ഇനി വിശുദ്ധ ഖുർആൻ ലവാഖിഹ് എന്ന് പറയുന്നുണ്ട് ഈ കാറ്റുകളെ സംബന്ധിച്ച് തന്നെ. എന്താണ്? വഅർസൽന الرياح ലവാഖിഹ വഅർസൽന الرياح ലവാഖിഹ ഫഅൻസൽനാ മിനസ് സമാഇ മാഅ. സൂറത്തുൽ ഹിജ്റിലെ 22-ാമത്തെ ആയത്തിൽ അല്ലാഹു അങ്ങനെയാണ് കാറ്റിനെ വിശേഷിപ്പിച്ചത്. അവൻ മേഘങ്ങളെ വഹിച്ചു കൊണ്ടുപോകുന്ന അതിശക്തമായ നിലക്ക്, കാർമേഘങ്ങളെ വഹിച്ചു കൊണ്ടുപോകുന്ന, ഫലങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന നിലക്ക് എന്നൊക്കെ ലവാഖിഹിന് നമുക്ക് അർത്ഥം പറയാം. അതുപോലെ തന്നെ പല ഉപകാരങ്ങൾ ഈ കാറ്റുകൾ കൊണ്ട് ലഭിക്കുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം, പരാഗണം നടത്തുക എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. കാർഷികമായ മേഖലയിൽ ശലഭങ്ങളിലൂടെ, വണ്ടുകളിലൂടെ, പ്രാണികളിലൂടെ, തേനീച്ചകളിലൂടെ ഒക്കെ ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക് ഇവ മാറി പറന്നു പോയി ഇരിക്കുമ്പോൾ അവയുടെ ശരീരത്തിൽ പറ്റിപ്പിടിച്ചിട്ടുള്ള പൂമ്പൊടികൾ അത് മറ്റേ പൂവിൽ പോയിട്ട്, അതല്ലെങ്കിൽ മറ്റുള്ള ചെടികളിൽ അത് പരാഗണത്തിന് അത് കാരണമാകുന്നുണ്ട് ഈ നിലക്കുള്ള പ്രാണികൾ. എന്നാൽ അവ കൊണ്ട് മാത്രമല്ല പരാഗണം നടക്കുന്നത്, കാറ്റിലൂടെ പരാഗണം നടക്കുന്നുണ്ട്. കാറ്റിലൂടെ ഇത്തരത്തിലുള്ള പൊടികളും പടലങ്ങളും ആ രൂപത്തിൽ മറ്റുള്ള സസ്യലതാദികളിലേക്ക്, പുഷ്പങ്ങളിലേക്കൊക്കെ അങ്ങോട്ട് എത്തിക്കപ്പെടുന്ന സംവിധാനങ്ങൾ അല്ലാഹു തആല ഇവിടെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ നിലക്കുള്ള ഒരുപാട് നമുക്ക് എണ്ണിയാൽ ഒടുങ്ങാത്ത ഉപകാരങ്ങൾ കാറ്റിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ പിന്നെ ഒരു സ്ഥലത്ത് പറഞ്ഞത് അരിയാഹുൻ നാശിറാത്ത് എന്നാണ്. നാശിറാത്ത്, ഇങ്ങനെ പരത്തി അടിച്ച് വീശുന്ന, പരത്തി വ്യാപിപ്പിക്കുന്ന കാറ്റുകൾ.
പരിശുദ്ധ ഖുർആൻ തന്നെ സൂറത്തുൽ മുർസലാത്തിലെ 3-ാമത്തെ ആയത്ത് എന്താ? വന്നാശിറാതി നശ്റാ. ആ കാറ്റിന്റെ സ്വഭാവമാണ് അവിടെ അല്ലാഹു പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അരിയാഹു ദാരിയാത്ത്, ദാരിയാത്ത് എന്ന് കാറ്റുകളെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതായത് പൊടിപടലങ്ങളൊക്കെ ശക്തമായിട്ടങ്ങോട്ട് പറപ്പിച്ചു വിടും. ഒന്നും കാണാത്ത നിലക്ക് ശക്തമായ പൊടിപടലങ്ങൾ പറപ്പിച്ചു വിട്ട്, നേരത്തെ പറഞ്ഞതുപോലെ ഈ രൂപത്തിലുള്ള പരാഗണത്തിനൊക്കെ സഹായകമായി തീരുന്ന നിലക്കുള്ള അത്തരത്തിലുള്ള കാറ്റുകൾ, അങ്ങോട്ട് പരത്തി വിടുന്ന അത്തരത്തിലുള്ള കാറ്റുകൾ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, വദ്ദാരിയാതി ദർവാ, വദ്ദാരിയാതി ദർവാ. അത് ശക്തിയായ പാറ്റൽ പാറ്റി വിതറിക്കൊണ്ടിരിക്കുന്നവ തന്നെയാണ് സത്യം എന്ന് അല്ലാഹു തആല പറയാണ്. ശക്തിയായിട്ട് അടിച്ചു വീശാണ് ആ നിലക്കുള്ള സംവിധാനം അത്തരം കാറ്റുകളെ സംബന്ധിച്ച്. അതുപോലെ തന്നെ ഫൽ ഹാമിലാതി വിഖ്റാ എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. നീരാവിയും മഴവെള്ളവും ഒക്കെ വഹിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന അങ്ങനെ വാഹിനികളായ ആ നിലക്കുള്ള കാറ്റുകൾ കണ്ടോ. ഫൽ ഹാമിലാതി വിഖ്റാ എന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ കാറ്റുകളെ സംബന്ധിച്ച് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ നമ്മളിപ്പോൾ കണ്ടത് എന്താണ്? റിയാഹ് 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 എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ബഹുവചന പ്രയോഗമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ റിയാഹ് പറയുന്നത്. ആ പ്രയോഗങ്ങളിലൊക്കെ നമുക്ക് കാണാവുന്ന ഒരു പ്രത്യേകത, ഖുർആനിൽ റീഹ് പ്രയോഗിച്ചിട്ടുണ്ട്, റിയാഹ് പ്രയോഗിച്ചിട്ടുണ്ട്. ഇത് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, റിയാഹ് പരാമർശിച്ചതൊക്കെ നന്മയുടെ കാര്യങ്ങളായിട്ടാണ്. നല്ല കാറ്റുകൾ, ഉപകാരപ്രദമായ കാറ്റുകളാണ് റിയാഹ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിടത്തൊക്കെ. അപ്പൊ റിയാഹ് അതിനു വേണ്ടിയാണ് ഉപയോഗപ്പെടുത്തിയത് വിശുദ്ധ ഖുർആൻ, അത് പറയാനാണ്. അതേ അവസരത്തിൽ റീഹ് രണ്ടിനും വേണ്ടി വന്നിട്ടുണ്ട്. നല്ല കാറ്റിനെ പറ്റിയും വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ വളരെ അപകടകരമായ കാറ്റിനെ കുറിച്ച് പറയുന്നിടത്തും ബഹുവചന അല്ല പറയാറുള്ളത്, ഒറ്റക്കാറ്റ് റീഹ് എന്ന പ്രയോഗമാണ്. റീഹ് എന്ന ഏകവചന പ്രയോഗമാണ് കാണാൻ സാധിക്കുന്നത്. സഹോദരങ്ങളെ, ഇങ്ങനെ ശിക്ഷയെ കുറിക്കുന്ന പ്രയോഗങ്ങൾ ഇപ്പൊ നമ്മൾ കുറേ കാറ്റുകൾ ഇപ്പൊ നമ്മൾ 4-5 ഇപ്പൊ നമ്മൾ കേട്ടു, അതൊക്കെ നന്മയുടെ കാറ്റുകളാണ്. ഇനി ശിക്ഷയുടേതായ കാറ്റുകളെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഒന്ന് അസ്സർസർ എന്നാണ്. അസ്സർസർ ശരശരേ എന്നടിച്ചു വീശുന്ന കാറ്റ്. ആദ് ഗോത്രം നശിപ്പിക്കപ്പെട്ടത് സൂറത്തുൽ ഹാഖയിലെ 6-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞില്ലേ, വഅമ്മാ ആദുൻ ഫഉഹ്ലികൂ ബിരീഹിൻ സർസരിൻ ആതിയ. കണ്ടോ, അതിശക്തമായി ശരശരേ എന്നടിച്ചു വീശുന്ന കാറ്റ്, ഗൗരവമുള്ള കാറ്റായിരുന്നു അത്. 7 ലയാലും 7 രാത്രിയും 8 പകലും തുടർച്ചയായി അടിച്ചു വീശിയ കാറ്റ്. അതുപോലെ തന്നെ ആ റീഹുൽ അഖീം അല്ലാഹു തആല ഖുർആൻ പറയുന്നുണ്ട്. എവിടെ? വളരെ കൃത്യമായി സൂറത്തു ദാരിയാത്തിലെ 41-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, വഫീ ആദിൻ ഇദ് അർസൽനാ അലൈഹിമുർ റീഹൽ അഖീം മാ തദറു മിൻ ശൈഇൻ അതത് അലൈഹി ഇല്ലാ ജഅലത്ഹു കർറമീം. സൂറത്തു ദാരിയാത്ത് 41-42 ആയത്ത്. എന്താണ് ഞാൻ ചുരുക്കി പറയാണ്, ആദിനും അല്ലാഹു തആല ആദ് ഗോത്രത്തെ നശിപ്പിക്കാൻ വേണ്ടി അഖീമായ കാറ്റിനെ അയച്ചു. അഖീം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഗുണവുമില്ലാത്ത വന്ധ്യയായ സാധാരണ പ്രസവിക്കാത്ത പെണ്ണിനാണ് അഖീം എന്ന് പ്രയോഗിക്കലുണ്ട്. അപ്പൊ ഇവിടെ വന്ധ്യയായ ഒട്ടും ഗുണകരമല്ലാത്ത കാറ്റിനാണ് അയച്ചത്. എങ്ങനത്തെ കാറ്റായിരുന്നു അത്? ഏതൊരു വസ്തുവിൽ ആ കാറ്റ് തട്ടിയാലും ആ കാറ്റാണ്ട് ആ വസ്തു നുരുമ്പിയാണ് നശിക്കും. അത്ര ഗൗരവമുള്ള കാറ്റിനെയാണ് നാം അയച്ചത്. അപ്പൊ അത് അങ്ങനെ ഒരു പ്രയോഗം. ഇനി ഖുർആനിൽ കാണാം, റീഹിനെ കുറിച്ച് ഖാസിഫ് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. ഖാസിഫ് എന്താണ്? ഖാസിഫ് എന്ന് പറഞ്ഞാൽ കഠോരമായ അതിരൂക്ഷമായ കൊടുങ്കാറ്റാണ്. ആ നിലക്ക് പ്രയോഗിച്ചു. അത് തിരമാലകളെയൊക്കെ ഇളക്കി മറിച്ച് അതിശക്തമായ നിലക്ക് കപ്പലിനെയും മനുഷ്യരെ കണ്ട് മൂടിക്കളയുന്ന ആ നിലക്കുള്ള കാറ്റ്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രായിലെ 69-ാമത്തെ ആയത്തിൽ അഅമിൻതും മൻ യുഈദകും ഫീഹി താറതൻ നുഖ്റാ ഫയുർസില അലൈക്കും ഖാസിഫൻ മിനർ റീഹി ഫയുഗ്രിഖകും ബിമാ കഫർതും. കേട്ടോ, കപ്പലിൽ വെച്ച് കപ്പൽ ആടിയുലഞ്ഞപ്പോൾ അല്ലാഹുവേ രക്ഷിക്കണേ എന്ന് പറഞ്ഞു മുശ്രിക്കുകൾ. മറ്റുള്ള സമയത്തൊക്കെ അല്ലാഹു അല്ലാത്തവരെ പ്രാർത്ഥിക്കണ മുശ്രിക്കുകൾ പോലും കടലിൽ വെച്ച് കപ്പൽ ആടി ഉലഞ്ഞ് മുങ്ങാൻ പോകുക എന്ന് കണ്ടാൽ അവർ അല്ലാഹ്ന്ന് വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു അറേബ്യൻ മുശ്രിക്കുകൾ ജനത. എന്നിട്ട് കടലിൽ നിന്ന് കരയിലേക്ക് രക്ഷപ്പെടുത്തിയാലോ അവർ വീണ്ടും അവരുടെ പഴയ ശിർക്കിലേക്ക് മടങ്ങിപ്പോയിരുന്നു. ഇതിനെ വിമർശിച്ചുകൊണ്ട് അല്ലാഹു തആല ചോദിക്കുകയാണ്, അപ്പൊ ഈ കരയിലേക്ക് രക്ഷപ്പെട്ട ഈ ആൾക്കാർ
നിർഭയരായിരിക്കണോ? അവർക്ക് എന്താ അവർക്ക് ഉറപ്പ്? ഇനിയും അവർ കടലിലൂടെ പോകൂലെന്നുണ്ടോ? ആ കടലിലേക്ക് വീണ്ടും അവരെ നാം മടക്കിയിട്ട് അവരുടെ മേലെ അതികഠോരമായ രൂക്ഷമായ ഒരു കാറ്റിനെ അങ്ങ് അയച്ചിട്ട് ഈ കാണിക്കുന്ന സത്യനിഷേധത്തിന് അവരെ മുക്കിക്കൊല്ലാൻ എനിക്കെന്താ കഴിയായ്മയുണ്ടോ എന്ന് അല്ലാഹു തആല ചോദിക്കുന്നുണ്ട്. നമ്മളൊക്കെ അത് ആലോചിക്കണം കേട്ടോ. അതിലൊക്കെ വലിയൊരു പോയിന്റ് ഉണ്ട്. എന്താണെന്നറിയോ? കാര്യം നേടുവോളം അല്ലാ എന്ന് പറയുന്ന സ്വഭാവമുണ്ട് മനുഷ്യന്മാർക്ക്. കാര്യം നേടിക്കഴിഞ്ഞാൽ പിന്നെ അള്ളാനെ മറക്കും. ഇവിടെ അല്ലാഹു തആല പറയുന്നത് എന്താണെന്നറിയോ? രക്ഷപ്പെടാൻ വേണ്ടി കടലിൽ വെച്ച് അല്ലാന്ന് വിളിച്ച മുശ്രിക്ക് കരയിലെത്തിയാൽ അള്ളാനെ മറക്കുന്നു. അവരോടാ അല്ലാഹ് ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്ത് സമാധാനത്തിലാണ് നിങ്ങൾ ഇനിയും ജീവിക്കുന്നത്? ഇനി നിങ്ങൾ കടലിലൂടെ പോകൂലെന്നുണ്ടോ? ശക്തമായ ഒരു കാറ്റാണ്ട് അടിച്ചു വീശിയിട്ട് നിങ്ങളെ കൊല്ലാൻ എന്താ എനിക്ക് പറ്റൂല, മുക്കിക്കൊല്ലാൻ എന്ന് ചോദിക്കുന്നു. നമ്മളും ചിന്തിക്കണം. ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് പ്രാർത്ഥിച്ച് അല്ലാഹു തആല നമ്മെ രക്ഷപ്പെടുത്തിയെങ്കിൽ പിന്നെ അള്ളാനെ മറന്ന് നെകളിപ്പോടെ ജീവിക്കരുത്. അങ്ങനെ നെകളിപ്പോടെ ജീവിക്കുമ്പോൾ മനസ്സിലാക്കണം, മുമ്പ് കിട്ടിയ അതേ പരീക്ഷണവും ശിക്ഷയൊക്കെ എനിക്ക് ഇനിയും തരാൻ അള്ളാഹ്ക്ക് കഴിവുണ്ട്. അതുകൊണ്ട് റബ്ബിനെ മറക്കരുത്. ഇത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു പാഠമാണെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ സഹോദരങ്ങളെ, ആ നിലക്ക് കാറ്റിനെ പരാമർശിച്ചു. ഇനിയോ ആസിഫ് എന്ന് പറഞ്ഞു, അതിശക്തമായ കൊടുങ്കാറ്റ്. അതിശക്തമായ കൊടുങ്കാറ്റ്, എല്ലാം തകർത്തെറിയുന്ന കൊടുങ്കാറ്റ്. ഖുർആൻ പറഞ്ഞു ഫല്ലാസിഫാതി അസ്ഫാ ഫല്ലാസിഫാതി അസ്ഫാ വൽമുർസലാതി ഉർഫാ ഫൽആസിഫാതി അസ്ഫാ. സൂറത്ത് മുർസലാത്തിലെ 2-ാമത്തെ ആയത്ത്. അപ്പൊ ആ നിലക്ക് പരിചയപ്പെടുത്തി. ഇനി ഹാസിബ് എന്ന് പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ മുൽക്കില്. തബാറക്ക കൊണ്ട് തുടങ്ങുന്ന നമുക്കൊക്കെ സുപരിചിതമായ സൂറത്തുൽ മുൽക്ക്. അതിൽ അല്ലാഹു തആല ചോദിക്കുന്നില്ലേ, അഅമിൻതും മൻ ഫിസ് സമാഇ അൻ യുർസില അലൈക്കും ഹാസിബാ ഫസതഅലമൂന കൈഫ നദീർ. കണ്ടോ, ആകാശത്തുള്ള മുകളിലുള്ളവനായ ഉപരിഭാഗത്തുള്ളവനായ അള്ളാഹിനെ കുറിച്ച് നിങ്ങൾ നിർഭയരായിട്ടിരിക്കണോ? നിങ്ങളെ മേലെ ചരൽക്കാറ്റയക്കാൻ അള്ളാഹ്ക്ക് കഴിയൂലേ? ശക്തമായ ചരലും കല്ലുമൊക്കെ ഇങ്ങോട്ട് വന്ന് വീഴുന്ന നിലക്കുള്ള ചരൽ കാറ്റ്, ചരൽ മഴ, അതങ്ങോട്ട് ചരൽ വർഷം കേട്ടോ, അങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പോ ഏതെല്ലാം നിലക്കുള്ള കാറ്റുകൾ ഇപ്പൊ ഇവിടെ പരിചയപ്പെടുത്തി കഴിഞ്ഞു. അപ്പൊ ശിക്ഷയുടേതുമുണ്ട്, രക്ഷയുടേതുമുണ്ട്. അങ്ങനെ കാറ്റുകളെ വ്യത്യസ്തമായ രൂപത്തിൽ ഇങ്ങനെ സംവിധാനിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാത്രം പ്രത്യേകതയായിട്ടാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ 2-ാമത്തെ അധ്യായം 164-ാമത്തെ ആയത്തിൽ പറയുന്നില്ലേ, ചിന്തിക്കുന്നവർക്ക് ധാരാളം ദൃഷ്ടാന്തമുണ്ട്. എന്തിൽ? ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ, രാവും പകലും മാറി വരുന്നതിൽ, സമുദ്രത്തിലൂടെ കപ്പൽ സഞ്ചരിക്കുന്നതിൽ, അങ്ങനെ പലതും പറഞ്ഞിട്ട് തസ്രീഫിർ റിയാഹി, കാറ്റുകളുടെ ക്രയവിക്രയത്തിലും കാറ്റുകളുടെ കൈകാര്യത്തിലും ഒക്കെ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. എന്തൊക്കെ കാറ്റുകളുണ്ട്? നല്ല തണുത്ത കാറ്റ് വീശും, നല്ല മന്ദമാരുതനടിച്ച് വീശും, ചുടുകാറ്റടിക്കും, തെക്കൻ കാറ്റടിക്കും, വടക്കൻ കാറ്റടിക്കും, കിഴക്കൻ കാറ്റടിക്കും, പടിഞ്ഞാറുന്ന് കാറ്റടിക്കും, ആകെ നശിപ്പിക്കുന്നൊരടിക്കും. അതുപോലെ തന്നെ മേഘങ്ങളെ ഇങ്ങനെ തെളിച്ചു കൊണ്ടുപോകുന്ന കാറ്റടിക്കും, അവയെ കൂട്ടി ഇണക്കുന്ന കാറ്റടിക്കും. അതുപോലെ തന്നെ പലതും വഹിച്ചു കൊണ്ടുപോകുന്ന, അതുപോലെ തന്നെ പലതിനെയും നശിപ്പിക്കുന്ന കാരുണ്യമായിട്ടുള്ള കാറ്റുകളായി വരും, നാശത്തിന്റെ കാറ്റുകളായിട്ട് വരും. അങ്ങനെ പലതും ഇവിടെ ചെയ്യുന്നുണ്ട്. ആരതൊക്കെ ചെയ്യുന്നത്? അല്ലാഹു. അത് ചിന്തിക്കാനാണ് ഈ പറയുന്നത്. ആ കാറ്റടിച്ചു വീശുമ്പോ ഇതിനൊക്കെ എന്തെങ്കിലും ഒരു സംവിധാനം മനുഷ്യനെ കൊണ്ട് പരിഹാരം ചെയ്യാനുണ്ടോ? ഒരു പരിഹാരവും ചെയ്യാനില്ല. അതങ്ങടെ അനുഭവിക്കല്ലാതെ മറ്റൊന്നുമില്ല, പേടിച്ചിങ്ങനെ ഇരിക്കും. അതാണ് ഈ രൂപത്തിലൊക്കെ ഇതൊക്കെ ചെയ്യുന്നത് റഹ്മാനായ റബ്ബാണ്. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ 2 നിലക്കും കാറ്റുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ കാണാം, അർരീഹു മിൻ റൗഹില്ലാഹ് തഅതി ബിർറഹ്മ വതഅതി ബിൽ അദാബ് ഫഇദാ റഅയ്തുമൂഹാ ഫലാ തസുബ്ബൂഹാ വസലുല്ലാഹ ഖൈറഹാ വസ്തഈദു ബില്ലാഹി മിൻ ശർരിഹാ. സഹീഹായ ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അർരീഹു മിൻ റൗഹില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽപ്പെട്ടതാണ് കാറ്റ് എന്ന് പറയുന്നത്. റബ്ബിന്റെ കാരുണ്യമാണത്. അത് കാരുണ്യമായിട്ടും വരും, ശിക്ഷയായിട്ടും വരും. 2 നിലക്കും വന്നത് ഖുർആൻ പറയുന്നുണ്ട്. ആ കാറ്റിനെ നിങ്ങൾ കാണുന്നതായാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നല്ല കാറ്റടിക്കുമ്പോൾ നമ്മളെന്താ പറയുന്നത്? ഒരു ഹലാക്കിന്റെ കാറ്റ്, എന്തൊരു ബുദ്ധിമുട്ടുള്ള കാറ്റാത്, എന്തൊരു ഇടങ്ങേറ് പിടിച്ച കാറ്റാണ്, എത്ര ഇതിങ്ങനെ വീശിക്കൊണ്ടിരിക്കണ്, ആകെ എല്ലാം പറന്നുപോയി,
നമ്മൾ അവിടെ കെട്ടിയത് അവിടെ നശിച്ചു പോയി, ഇവിടെ വീടിൻ്റെ മേൽക്കൂര പോയി, അവിടെ ഓട് പറന്നു പോയി, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കാറ്റിനെ ചീത്ത പറയരുത്. ഫലാ തസുബ്ബൂഹാ, നിങ്ങൾ കാറ്റിനെ പഴിക്കരുത്, ചീത്ത പറയരുത്. വസലുല്ലാഹ ഖൈറഹാ, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആ കാറ്റിൻ്റെ നന്മയെ നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കണേ. വസ്തഈദൂ ബില്ലാഹി മിൻ ശർരിഹാ, അതിലടങ്ങിയിട്ടുള്ള തിന്മകളിൽ നിന്ന് നിങ്ങൾ അല്ലാഹുവിനോട് അഭയം തേടണേ. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാറ്റടിക്കുന്ന വേളയിൽ കാനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ സഫത്തിർ റീഹു, കാറ്റ് ശക്തമാകുന്ന വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പ്രാർത്ഥിക്കും. നമ്മൾ കാറ്റിനെ കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്യും, അതിനൊരു പേരിടും. ഗോനു, റീത്ത, കത്രീന, അതുപോലെ തന്നെ ഇങ്ങനെ ഓരോ പേരുകൾ ഇട്ടിട്ട് അതിൻ്റെ ഓരോ ഗുണങ്ങളും, അതുപോലെ തന്നെ പേടിയും ഇത്ര കിലോമീറ്റർ ശക്തമായിട്ട് അടിച്ചു വീശുമെന്നൊക്കെ പറയാം. അതിനെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ മുഴുകുക. ഇതൊക്കെ നമ്മൾ ആലോചിക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാറ്റടിക്കാൻ തുടങ്ങിയാൽ അവിടുന്ന് എന്ത് ചെയ്യും? അള്ളാഹിനോട് ദുആ ചെയ്യും, വേറെ നിവൃത്തിയൊന്നുമില്ല. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വഖൈറ മാ ഫീഹാ വഖൈറ മാ ഉർസിലത് ബിഹി വഅഊദു ബിക മിൻ ശർരിഹാ വശർരി മാ ഫീഹാ വശർരി മാ ഉർസിലത് ബിഹി. നമ്മൾ പഠിച്ചു വെക്കേണ്ട പ്രാർത്ഥനകൾ അതൊക്കെ. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അസ്അലുക, നിന്നോട് ഞാൻ ചോദിക്കുകയാണ്, ഖൈറഹാ, കാറ്റിൻ്റെ നന്മ, വഖൈറ മാ ഫീഹാ, അതിലടങ്ങിയ നന്മ, വഖൈറ മാ ഉർസിലത് ബിഹി, എന്തൊന്നുകൊണ്ടാണോ അത് അയക്കപ്പെട്ടിട്ടുള്ളത് അവയിലെല്ലാം അടങ്ങിയ ഖൈർ ഞാൻ നിന്നോട് ചോദിക്കുന്നു അല്ലാഹ്. വഅഊദു ബിക, നിന്നോട് ഞാൻ അഭയം തേടുന്നു, കാവൽ ചോദിക്കുന്നു, മിൻ ശർരിഹാ, അതിൻ്റെ തിന്മയിൽ നിന്ന്, വശർരി മാ ഫീഹാ, അതിലടങ്ങിയ തിന്മയിൽ നിന്നും, വശർരി മാ ഉർസിലത് ബിഹി, അതെന്തൊന്നുകൊണ്ട് അയക്കപ്പെട്ടിട്ടുണ്ടോ അതിൽ എന്തൊക്കെ ഷർറുകളുണ്ടോ എനിക്കറിഞ്ഞുകൂടാ. അല്ലാഹുവേ, നീയാണ് അറിയുന്നവൻ. സർവ്വ ഷർറിൽ നിന്നും നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു, സർവ്വ ഖൈറുകളെയും നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കും എന്നാണ് ആര് പറയുന്നത്? മഹാന്മാരായ സഹാബത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാറ്റ് ശക്തമായി കഴിഞ്ഞാൽ അവിടുന്ന് പറയും, അല്ലാഹുമ്മ ലഖഹൻ ലാ ഖീമാ, ഗുണമില്ലാത്ത കാറ്റ് വേണ്ട റബ്ബേ, ഗുണമുള്ള കാറ്റ് തരണേ, നല്ല മഴമേഘം, നല്ല മഴയുള്ളതായി നിലക്കാക്കി തീർക്കണേ എന്ന് പ്രാർത്ഥിക്കും. ലഖഹ് ലാ ഖീമാ എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ നബി തങ്ങൾ പറഞ്ഞല്ലോ, അവിടുത്തെ സംബന്ധിച്ച് മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചക്രവാളത്തിൽ അതാ കാറ്റടിച്ച് വീശുന്നത് കണ്ടാൽ അവിടുത്തെ മുഖത്തതിൻ്റെ മാറ്റമുണ്ടായിരുന്നു. ഒരു കാറ്റിങ്ങനെ തുടങ്ങിയാല്, കാറ്റിങ്ങനെ അടിച്ചു വീശാൻ നബിന്റെ മുഖമൊക്കെ ഇങ്ങനെ മാറുന്നതാണ്. ഒരു മാറ്റം ആ മുഖത്ത് പ്രകടമായിരുന്നു നമ്മുടെ ഉമ്മ പറയാണ്. മാത്രല്ല അക്ബലാവ അതുബറ, നബി ഇങ്ങനെ ഒന്ന് മുന്നോട്ട് നടക്കും, ഒന്ന് പിന്നോട്ട് നടക്കും, അസ്വസ്ഥത പ്രകടിപ്പിക്കും. ഒന്ന് മുന്നോട്ട് നടക്കും, ഒന്ന് പിന്നോട്ട് നടക്കും. ഇങ്ങനെ ചിന്തയോടെ മുന്നോട്ടും പിന്നോട്ടൊക്കെ നടക്കും. മുഖഭാവമൊക്കെ മാറിയിട്ടുണ്ടാകും. എന്നിട്ടോ അതേ അവസരത്തിൽ മഴ അങ്ങോട്ട് പെയ്താലോ അവിടുത്തെ മുഖത്തിന് നല്ല സന്തോഷമുണ്ടാകും. എല്ലാ വിഷമവും മനസ്സിൽ നിന്ന് പോയിട്ടുണ്ടാവും, നല്ല മഴ കിട്ടിയാൽ. അപ്പൊ ആയിഷമ്മ ബീവി പറയാണ്, ഞാൻ ചോദിച്ചു അള്ളാന്റെ റസൂലിനോട്, എന്തെങ്ങനെ നിങ്ങൾ കാറ്റ് കാണുമ്പോ എന്താ ഇങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നി ഖശീതു അൻ യകൂന അദാബൻ സുല്ലിത അലാ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിനെ നശിപ്പിക്കുവാൻ വേണ്ടി അയക്കപ്പെട്ടിട്ടുള്ളവര് ശിക്ഷ വരികയാണോ എന്ന് എനിക്ക് പേടി തോന്നുന്നു കേട്ടോ. ആദ് ഗോത്രത്തെയൊക്കെ നശിപ്പിക്കുന്നതിന് മുന്നോടിയായിട്ട് ആദ്യം തന്നെ ശക്തമായ കാറ്റല്ല, ആദ്യം അങ്ങനെ പതുക്കെ അടിച്ചു വന്നത്. പിന്നെങ്ങനെ ഊക്കിങ്ങനെ കൂടിയിട്ടാണ് ഭയങ്കര നാശത്തിലേക്കാണ് പോയത്. അള്ളാന്റെ റസൂൽ ഈ ഉമ്മത്തിനെ കുറിച്ച് എത്ര സ്നേഹമാണ് അവിടുത്തേക്ക് ഉണ്ടായിരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടോ, അവിടുത്തെ ചര്യയാണ് ഇതൊക്കെ. പ്രാർത്ഥിക്കുകയായിരുന്നു അവിടുന്ന്, അല്ലാതെ കാറ്റിനെ പഴിച്ചിട്ടില്ല. അലാക്കിന്റെ കാറ്റ്, പണ്ടാറടങ്ങിയ കാറ്റ്, എന്തൊക്കെ പറയാ ആളുകൾ. ചീത്ത പറയരുത് കാറ്റിന്, നാശം പിടിച്ച കാറ്റ്. എന്തൊരു കാറ്റ് അത് നാശം പിടിച്ചത് എന്നൊന്നും നമ്മൾ പറയരുത്. നമ്മൾ പ്രാർത്ഥിക്കുക, അള്ളാഹുവിനോട് നന്മയ്ക്ക് തേടുക, തിന്മയിൽ നിന്ന് അഭയം ചോദിക്കുക. ഇനി കാറ്റുകളെ സംബന്ധിച്ച് പറഞ്ഞെടുത്ത് ഖുർആൻ, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു തആല കാറ്റിനെ
ഒരു വലിയ മുഅ്ജിസത്തായിട്ട് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ അള്ളാഹു പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതെന്താ? സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ശക്തമായ നിലക്ക് കാറ്റിനെ അള്ളാഹു കീഴ്പ്പെടുത്തി കൊടുത്തു എന്നാണ്. വലിസുലൈമാന الريح غدوها شهر ورواحها شهر. വലിസുലൈമാന الريح, സുലൈമാന് നാം കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തു. എങ്ങനത്തെ, ഏത് വിധത്തിൽ? ഗുദുവുഹാ ശഹ്റുൻ വറവാഹുഹാ ശഹ്റുൻ. അതിൻ്റെ പ്രഭാത സഞ്ചാരം 1 മാസത്തെ വഴിദൂരം, അതിൻ്റെ പ്രദോഷ സഞ്ചാരം 1 മാസത്തെ വഴിദൂരം. നോക്കൂ നിങ്ങൾ, രാവിലത്തെ യാത്ര കൊണ്ട്, ഒരൊറ്റ യാത്ര കൊണ്ട് 1 മാസം എത്തേണ്ട വഴിദൂരത്തേക്കാണ് ഒരു രാവിലെ യാത്രയിൽ എത്തുന്നത്. വൈകുന്നേരം മടങ്ങിയെത്തുമ്പോഴുള്ള യാത്രയെ 1 മാസം, ഒരു ദിവസത്തിൽ 2 മാസം യാത്രയാകുന്ന നിലക്കാണ് കാറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രാവിലെയും വൈകുന്നേരവും സഞ്ചരിക്കുന്നത്. എങ്ങനെയായിരുന്നു ആ സഞ്ചാരം എന്നൊന്നും നമുക്കറിയൂല, അതൊക്കെ അല്ലാഹു അഅലം. എന്തായിരുന്നാലും അതിശീഘ്രം അതിശക്തമായ നിലക്ക് സഞ്ചരിക്കുവാൻ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കാറ്റിനെ അല്ലാഹു തആല കീഴ്പ്പെടുത്തി കൊടുത്തു. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അംബിയായിലെ 81-ാമത്തെ ആയത്തിലും ഈ വിഷയം പറയുന്നുണ്ട്. അപ്പൊ സഹോദരങ്ങളെ, കാറ്റ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ നിഅമത്താണ്. അത് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു ഒരു മുഅ്ജിസത്തായിട്ട് ആദരിച്ചുകൊണ്ട് ഒരു വലിയ രൂപത്തിലുള്ള ഒരു അത്ഭുതം സുലൈമാൻ നബി അലൈഹിസ്സലാമിലൂടെ പ്രകടിപ്പിക്കുവാനും ആ കാറ്റിന് നിമിത്തമായി. അപ്പൊ ഉപകാരങ്ങൾ ഉണ്ടായി. അതുപോലെ തന്നെ പിന്നെ ശിക്ഷ നടപ്പാക്കുവാൻ വേണ്ടി അയച്ചു. ഇങ്ങനെ പിന്നെ ഈ രൂപത്തിലെല്ലാം കാറ്റുകൾ പ്രയോജനപ്പെടുന്നുണ്ട്. കാറ്റുകളെ സംബന്ധിച്ചൊക്കെ ഇന്ന് വലിയ ശാസ്ത്രം തന്നെ വളർന്നു വന്നിട്ടുണ്ട്. കാറ്റിൻ്റെ ഗതിവിഗതികളെ സംബന്ധിച്ചുള്ള പഠനം, ശാസ്ത്ര മേഖലയിൽ എല്ലാ കൃത്യമായ നിലക്കുമുള്ള പഠനങ്ങൾ, അനിമോളജി എന്ന പേരിൽ ഇന്ന് കാറ്റിൻ്റെ ഗതിവിഗതികളെക്കുറിച്ച് മാത്രം പഠിക്കുവാനുള്ള ശാസ്ത്ര ശാഖകളുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ഇതൊക്കെ കൃത്യമായിട്ട് ആരാണ് ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ച് നോക്കണം, തികച്ചും ദൈവീകമാണ് ഈ വചനങ്ങൾ എന്നുള്ളതിന് വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ പ്രയോഗങ്ങളും നമുക്ക് വളരെ കൃത്യമായി തന്നെ തെളിവ് തരികയാണ്. അള്ളാഹു വളരെ കൃത്യമായി വിശുദ്ധ ഖുർആനിൽ നിന്ന് ഹിദായത്ത് ഉൾക്കൊള്ളുന്ന നല്ലവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇനി നമ്മൾ ആലോചിക്കേണ്ടത്, പരിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താ? وَأَنزَلْنَا مِنَ السَّمَاءِ مَاءً طَهُورًا. അങ്ങനെ അൻസൽന, അപ്പൊ മഴമേഘങ്ങള് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ മുന്നോടിയായിക്കൊണ്ട് അള്ളാഹു തആല എന്തിനെ അയച്ചു? കാറ്റിനെ അയച്ചു എന്നാണല്ലോ ഇപ്പൊ പറയുന്നത്. അങ്ങനെ ആ കാറ്റൊക്കെ അടിച്ച് ആദ്യം വന്നിട്ട് മഴമേഘങ്ങളൊക്കെ വന്ന് എന്താണ് ചെയ്യുന്നത്? അള്ളാഹു പറയണു അൻസൽനാ മിനസ് സമാഇ, ഉപരിഭാഗത്ത് നിന്ന് നാം ഇറക്കുകയും ചെയ്തു, മാ അൻ ത്വഹൂറാ, നല്ല ശുദ്ധമായ വെള്ളം. അതിശുദ്ധമായ വെള്ളത്തിനാണ് ത്വഹൂർ എന്ന് പറയാ. നമുക്ക് പ്രയോഗം ഒന്ന് ത്വാഹിർ, ത്വഹൂർ, രണ്ടും കർമ്മശാസ്ത്ര മേഖലയിൽ നമുക്ക് 2 വ്യത്യാസങ്ങളുണ്ട്. ഒന്ന് ത്വാഹിറായ വെള്ളം, മറ്റൊന്ന് ത്വഹൂറായ വെള്ളം. എന്താണ് രണ്ടും തമ്മിലുള്ളൊരു? കർമ്മശാസ്ത്ര പണ്ഡിതന്മാരതിനെ നമുക്ക് വ്യത്യാസം പറഞ്ഞു തരുന്നതാണ്. ഒന്ന് ത്വാഹിർ എന്ന് പറഞ്ഞാൽ സ്വയം ശുദ്ധിയുള്ള എല്ലാത്തിനും നമുക്ക് ത്വാഹിർ എന്ന് പറയാം. ഇപ്പൊ നമ്മളെ കഞ്ഞിവെള്ളം, അതുപോലെ തന്നെ തേങ്ങാ വെള്ളം, ജ്യൂസുകള്, അതുപോലെയുള്ള നമുക്ക് കുടിക്കുകയും ഒക്കെ ചെയ്യുന്ന ശുദ്ധമായ ആ നിലക്കുള്ള പാനീയങ്ങളൊക്കെ ത്വാഹിറാണ്. എന്നാൽ അതുകൊണ്ട് മറ്റൊന്നിനെ ശുദ്ധീകരിക്കാൻ പറ്റൂല. തേങ്ങാ വെള്ളം കൊണ്ടോ കഞ്ഞിവെള്ളം കൊണ്ടോ ജ്യൂസ് കൊണ്ടോ ഒന്നും നമുക്ക് നജസ് ശുദ്ധിയാക്കാൻ പറ്റൂല, ഉളുവെടുക്കാനും പറ്റൂല. നജസ് ശുദ്ധിയാക്കാൻ നമുക്ക് ത്വഹൂറായ വെള്ളം വേണം. അപ്പൊ ത്വഹൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? ത്വാഹിർ എന്ന് പറഞ്ഞാൽ സ്വയം ശുദ്ധിയുണ്ട്, പക്ഷെ മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ അതുകൊണ്ട് പറ്റില്ല. എന്നാൽ ത്വഹൂർ എന്ന് പറഞ്ഞാൽ സ്വയം ശുദ്ധിയുണ്ട്, മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുകയും ചെയ്യും. അങ്ങനത്തെ വെള്ളമാണ് ത്വഹൂറായ വെള്ളം. മഴവെള്ളം അതാണ്. കടൽ വെള്ളത്തെക്കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമുദ്രജലത്തെക്കുറിച്ച് അവിടുന്ന് ചോദിക്കപ്പെട്ടപ്പോൾ പറഞ്ഞത് എന്താണ്? അതിലെ വെള്ളം ത്വഹൂറാണ് എന്നാണ്. അതിലെ വെള്ളം ത്വഹൂറാണ്. അതിൽ നിന്ന് കിട്ടുന്ന ശവങ്ങൾ, അതിൽ നിന്ന് ചത്താലും നമുക്ക് കിട്ടുന്ന അതിലുള്ള വസ്തുക്കൾ, ജീവികൾ നമുക്ക് തിന്നാൻ പറ്റുന്നവയാണ്, അനുവദിക്കപ്പെട്ടവയാണ് എന്നാണല്ലോ സമുദ്രത്തെക്കുറിച്ചൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ ശുദ്ധീകരിക്കുവാനുള്ളൊരു വസ്തു കൂടിയാണെന്ത്? ഈ നിലക്ക് നമുക്ക് വെള്ളത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തി തന്നു. വളരെ ശുദ്ധീകരണമാണ് അതുകൊണ്ട് നടക്കുന്നത്. ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ ശാരീരിക ശുദ്ധീകരണവും ആത്മീയ ശുദ്ധീകരണവും നടക്കുന്നുണ്ട് ഈ ഉളുവിലൂടെ, കുളിയിലൂടെയൊക്കെ. അപ്പൊ നമ്മൾ ഉളുവെടുക്കുമ്പോഴും കുളിക്കുമ്പോഴും ഒക്കെ അതിലൂടെ ഒരു ആത്മീയമായ ശുദ്ധി നമുക്ക് നടക്കുന്നുണ്ട്. പാപങ്ങൾ പൊറുക്കപ്പെടുന്നു എന്നൊക്കെ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചു തന്ന ധാരാളം ഹദീസുകളിൽ ഉണ്ടല്ലോ. അതിൻ്റെ പുറമേ നമ്മുടെ ശാരീരികമായിട്ട് മാലിന്യങ്ങൾ നീങ്ങുന്നുണ്ട്. അപ്പോൾ ആന്തരികമായും ബാഹ്യമായും ശുദ്ധീകരണത്തിന് പറ്റുന്നതാണ് ഈ വെള്ളം.
ആ നിലക്കുള്ള ശുദ്ധീകരണം അവിടെ നടക്കുന്നുണ്ട്. പിന്നെയോ ലിനുഹ്യിയ ബിഹി ബൽദത്തം മൈത, ഈ മഴവെള്ളത്തിലൂടെ എന്ത് ചെയ്യാണ്? ചത്തുകിടക്കുന്ന രാജ്യത്തെ നാം ജീവിപ്പിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഒരു രൂപത്തിൽ വെള്ളവുമില്ലാതെ കട്ടകീറി കിടക്കുന്ന അത്തരം പ്രദേശങ്ങളിലേക്ക് മഴയങ്ങ് പെയ്താൽ അതിനാണ് ജീവൻ വെക്കും, ചെടികളൊക്കെ അങ്ങനെ കിളിർത്തുണ്ടാകും. അപ്പോൾ അങ്ങനെ കാർഷികമായ നിലക്കുള്ള എല്ലാ സംവിധാനങ്ങൾക്കും ഈ വെള്ളമാണ് ഉപകരിക്കുന്നത്. അതുപോലെ തന്നെ വനുസ്ഖിയഹു, നാം ആ വെള്ളം കുടിപ്പിക്കുകയും ചെയ്യുന്നു. മിമ്മാ ഖലഖ്നാ, നാം സൃഷ്ടിച്ചിട്ടുള്ളവയ്ക്ക്. ഏതൊക്കെ? അൻആമൻ, നാൽക്കാലികൾ, ആടുമാടൊട്ടകങ്ങൾ കുടിക്കുന്നത്, അനാസിയ, മനുഷ്യന്മാര്, ഇങ്ങനെ ധാരാളം ജീവിജാലങ്ങൾ കുടിക്കുന്ന എല്ലാത്തിനും ഒരു അടിസ്ഥാനമായ ഒരു ഘടകമാണല്ലോ ഈ വെള്ളം. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ വെള്ളത്തെക്കുറിച്ച് മനുഷ്യൻ ആലോചിച്ചിട്ടുണ്ടോ? മനുഷ്യൻ വെള്ളത്തെക്കുറിച്ച് ചിന്തിക്കണം എന്നാണ് അടുത്ത വചനത്തിൽ അല്ലാഹു പറയുന്നത്. വലഖദ് സറഫ്നാഹു ബൈനഹും, കണ്ടോ? വലഖദ് സറഫ്നാഹു, ആ വെള്ളത്തെ അല്ലെങ്കിൽ ആ മഴയെ നാം അവർക്കിടയിൽ കൈകാര്യം ചെയ്തിരിക്കുകയാണ്. അവർക്കിടയിൽ ആ മഴവെള്ളത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ്? കൈകാര്യം ചെയ്തു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്തിനാ? ലിയദ്ദക്കറൂ, അവര് ചിന്തിക്കുവാൻ വേണ്ടിയാണ്. മനുഷ്യൻ ഈ മഴവർഷത്തെ കുറിച്ചൊക്കെ മനുഷ്യൻ ഇങ്ങനെയുള്ള വിഹിതങ്ങൾ പല രൂപത്തിൽ പലയിടങ്ങളിൽ പല വിധത്തിലാണ് ഈ മഴ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ? എല്ലാ രാജ്യത്തും ഒരേ അളവിലല്ലല്ലോ മഴ ലഭിക്കുന്നത്. ചില രാജ്യത്ത് 6 മാസം നീണ്ടു നിൽക്കുന്ന മഴ നമുക്ക് കാണാൻ സാധിക്കും. ചിലയിടങ്ങളിൽ അത് 3 മാസം, ചിലയിടങ്ങളിൽ 2 മാസം, ചിലയിടങ്ങളിൽ വർഷത്തിൽ 1 തവണ 1 മാസം അല്ലെങ്കിൽ ഒരിക്കലൊക്കെ മഴ കിട്ടുന്ന പ്രദേശങ്ങൾ, അങ്ങനെയുള്ള ധാരാളം സ്ഥലങ്ങൾ. ആരാണ് ഈ വിഹിതം വെച്ചിട്ടുള്ളത്? ആരാണ് ആവശ്യമായ സ്ഥലങ്ങളിൽ എവിടെ മഴ വേണം, എവിടെ വേണ്ട, ആർക്ക് കൊടുക്കണം, ആർക്ക് കൊടുക്കാതിരിക്കണം, ആർക്ക് വളരെ പ്രളയം നൽകണം, എന്നിട്ട് അതിലൂടെ പരീക്ഷണങ്ങൾ ഉണ്ടാക്കണം, ആർക്ക് വരൾച്ച കൊടുത്തിട്ട് പരീക്ഷണം ഉണ്ടാക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന ശക്തി ഏകനായ അള്ളാഹുവാണ് ജനങ്ങളെ. അതുകൊണ്ട് അവനിലേക്കാണ് നിങ്ങൾ മഴയ്ക്ക് വേണ്ടി, വരൾച്ചയുണ്ടാകുമ്പോഴും നിങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും പ്രളയമുണ്ടായാലും ഒക്കെ ആ നാഥനിലേക്കാണ് നമ്മുടെ ശ്രദ്ധ തിരിയേണ്ടത്. വലഖദ് സറഫ്നാഹു ബൈനഹും, അവർക്കിടയിൽ നാം അതിനെ ഇങ്ങനെ വിഹിതിച്ചിട്ടുള്ളത് എന്തിനാണെന്നറിയോ? ലിയദ്ദക്കറൂ, ചിന്തിക്ക് സഹോദര, ചിന്തിക്ക്. മനുഷ്യരാലോചിക്കാൻ വേണ്ടിയാണെന്ന് അല്ലാഹു തആല പറയുന്നത്. മഴയെക്കുറിച്ചും കാറ്റിനെക്കുറിച്ചും, ഈ മഴ കൂടുന്നതും കുറയുന്നതും ഇല്ലാതിരിക്കുന്നതും വരൾച്ചയുണ്ടാകുന്നതും പ്രളയമുണ്ടാകുന്നതും ഒക്കെ മഴയുടെ ഏറ്റ വ്യത്യാസങ്ങൾക്കനുസരിച്ചല്ലേ? എങ്കിൽ മനുഷ്യൻ ചിന്തിക്കട്ടെ. ലിയദ്ദക്കറൂ എന്നാ അല്ലാഹു പറയുന്നത്. അവർ ചിന്തിക്കാൻ, ഉറ്റാലോചിക്കാനാണ് അല്ലാഹു ഇങ്ങനെ സംവിധാനം ചെയ്തിട്ടുള്ളത്. ആലോചിച്ച് നോക്കി. ഈ മഴ, ഈ വെള്ളം നമുക്ക് കുടിക്കാൻ കിട്ടിയില്ലെങ്കിൽ ആർക്കാടോ കൊണ്ടുവന്ന് തരാൻ പറ്റുക? പരിശുദ്ധ ഖുർആൻ ചോദിച്ചില്ലേ, ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറാ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. സൂറത്തുൽ മുൽക്കിൽ വളരെ കൃത്യമായി അല്ലാഹു തആല ചോദിച്ചില്ലേ, എന്താ നിങ്ങളെ വിചാരം? ഈ വെള്ളം അങ്ങോട്ട് ആണ്ട് വറ്റിപ്പോയാൽ ആരാ നിങ്ങൾക്ക് ശുദ്ധജലം, ശുദ്ധ തെളിനീര് കൊണ്ടുവന്ന് തരാന്ന്? അള്ളാന്റെ ചോദ്യമാണ്. ആ ചോദ്യം നമ്മളോട് സംശയം തീർത്തതൊന്നുമല്ല. ആരുമില്ല നമുക്കത് പകരം തരുവാന്നാ. എന്നിട്ട് അള്ളാഹു പറയണ്, ഇങ്ങനെയൊക്കെ അള്ളാഹു നിഅമത്ത് ചെയ്തിട്ട് ആ നിഅമത്തിനെ മറക്കുകയാണല്ലോ ജനങ്ങൾ. ഇവിടെ മഴ കുറയുന്നതിനെ കുറിച്ച് മനുഷ്യൻ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ പ്രളയമുണ്ടാകുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? മനുഷ്യരുടെ കയ്യിരിപ്പ് മോശമാകുമ്പോഴാണ് ഈ ഒരുപാട് രൂപത്തിലുള്ള പല സംവിധാനങ്ങളും സംഭവവികാസങ്ങളും ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ ആലോചിക്കാനാ. നമ്മുടെ കയ്യിരിപ്പ് മോശമാകുമ്പോൾ, പാപങ്ങൾ അധികരിക്കുമ്പോഴാണ് ബലാ മുസീബത്തുകൾ ലോകത്ത് അധികരിക്കുന്നത്. നമ്മുടെ പാപങ്ങൾ അധികരിക്കുമ്പോഴാണ് ലോകത്ത് പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ബുദ്ധിയും തൻ്റെ ഇടവും വിവേകവും ചിന്തയുമുള്ള സർവ്വ മനുഷ്യരും ചെയ്യേണ്ടതെന്താ? അവരവരുടെ പാപങ്ങളെക്കുറിച്ച് ഓർത്ത് കണ്ണുനീര് വാർത്ത് തപിക്കുന്ന മനസ്സുമായി, വേദനിക്കുന്ന ഒലിക്കുന്ന കണ്ണുകളുമായി കൊണ്ട് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം, തൗബ അധികരിപ്പിക്കണം. അങ്ങനെ നമ്മൾ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കണം. മഴയില്ലാതായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് ചെയ്തത്. നമ്മൾ ആലോചിച്ചു നോക്ക്. എന്നാൽ അള്ളാഹു പറയാണ്, ജനങ്ങളിൽ അധിക പേരും നന്ദികേടാണ് ഈ വിഷയത്തിലൊക്കെ. നന്ദികേടിനല്ലാതെ നന്ദികേടല്ലാത്തതിനൊക്കെ അവർ വിസമ്മതിക്കുകയാണ്. നന്ദികേടിന് സമ്മതാണ് എന്ന് പറയാം. നന്ദി ചെയ്യുന്നില്ല അധിക ആളുകളൊന്നാണ്. മഴ കിട്ടുമ്പോൾ അതിന് കാരണം പറയാം, ഞാറ്റുവേല കൊണ്ട് കിട്ടിയതാണ്. അത് ഞാറ്റുവേല കൊണ്ട് കിട്ടിയതാണ്,
അല്ലെങ്കിൽ ഇന്ന നക്ഷത്രം ഉദിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ ഇന്ന രൂപത്തിലുള്ള പ്രത്യേകമായ ഏതെങ്കിലും നിലക്ക് പ്രകൃതിയുടെ ഒരു പ്രതിഭാസം കൊണ്ട് കിട്ടിയതാണ് എന്ന് പറയും. അല്ലെങ്കിൽ പ്രകൃതി കനിഞ്ഞതാണ് എന്ന് പറയും. അതല്ലെങ്കിലോ പ്രകൃതി ഇപ്പൊ കോപിച്ചിരിക്കുകയാണ്, ഗ്രഹപ്പിഴ വന്നിരിക്കുകയാണ് എന്നൊക്കെ ആളുകൾ വ്യാഖ്യാനിക്കും. വാസ്തവത്തിൽ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താണെന്നറിയോ? അള്ളാന്റെ റസൂൽ ഹുദൈബിയയിലായിരിക്കുന്ന വേളയിൽ, നബിയും സഹാബത്തും ഹുദൈബിയയിൽ ഉണ്ടായിരിക്കുന്ന വേളയിൽ ശക്തമായൊരു മഴ പെയ്തു. മഴ പെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹിന്റെ ശേഷം സഹാബിമാരോട് ചോദിച്ചു, ഇന്നലത്തെ രാത്രി നിങ്ങളുടെ റബ്ബ് എന്താ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? സഹാബത്ത് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിനും അറിയാം, വഹി കിട്ടുന്ന നബിതങ്ങൾക്കും അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ന് പ്രഭാതത്തിൽ ഈ മഴയ്ക്ക് ശേഷം അവിടുന്ന് പറയാണ്, എന്നിൽ വിശ്വസിച്ചവരും അള്ളാഹു തആല അറിയിച്ചിട്ടുണ്ടത് മുഅ്മിനായവരും ഉണ്ട്, കാഫിറായവരും ഉണ്ട്. മഴയുടെ കാര്യത്തിൽ അള്ളാഹുവിന്റെ ഫളല് കൊണ്ടും കാരുണ്യം കൊണ്ടുമാണ് മഴ കിട്ടിയതെന്ന് പറഞ്ഞവരൊക്കെ മുഅ്മിനീങ്ങളാണ്. നേരെ മറിച്ച് ഇന്ന നക്ഷത്രത്തിന്റെ അല്ലെങ്കിൽ ഇന്ന ഞാറ്റുവേലയുടെ കാരണത്താലാണ് മഴ കിട്ടിയത്, അതുകൊണ്ടാണ് മഴ വന്നത് എന്ന രൂപത്തിൽ പറയുന്നവരോ അവരൊക്കെ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ നിഷേധിച്ചവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോടുകൂടെ പറയേണ്ടായി. സഹോദരങ്ങളെ, മഴയില്ലാതായി കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? അവിടുന്ന് നമസ്കാരം നിർവഹിച്ചിരുന്നു. വളരെയേറെ കൃത്യമായി അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ആത്മാർത്ഥമായി അവിടുന്ന് പ്രാർത്ഥിച്ചിരുന്നു. സഹാബത്തിനോട് അത് കൽപ്പിച്ചു. സഹാബിമാരും അങ്ങനെ തന്നെയാണ് ചെയ്തത്. അങ്ങനെ റഹ്മാനായ റബ്ബിലേക്ക് പാപമോചനത്തേട്ടം അധികരിപ്പിച്ച് റബ്ബിൽ നിന്നല്ലാതെ നമുക്ക് മഴ കിട്ടുകയില്ല. എന്നാൽ ഇവിടെ ഖുർആൻ പറഞ്ഞതുപോലെ നന്ദികെട്ടവരായ ആളുകൾ സൃഷ്ടികളെയാണ് അതിന് ആശ്രയിക്കുന്നത്. സൃഷ്ടികളെ ആശ്രയിക്കുന്നവർ, മഴ കിട്ടുവാൻ വേണ്ടി ഭൂമി പൂജ നടത്തുന്നവർ, അതുപോലെ തന്നെ ഹോമം നടത്തുന്നവർ, അങ്ങനെയുള്ള പല വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവർ. മുസ്ലിമീങ്ങളെന്ന് പറയുന്ന ആളുകൾ തന്നെ കൊടിയെടുക്കാൻ പോകുന്നു ജാറങ്ങളിൽ. മമ്പുറത്തെ ജാറത്തിൽ പോയി അവിടെയുള്ള കൊടിയെടുത്ത് ഗ്രാമാന്തരം നടന്ന് മുട്ടും വിളിയുമായി കൊണ്ട്, അഥവാ ചെണ്ടയും കുഴൽ വിളിയുമൊക്കെയായി ആ കൊടിയെടുത്തുകൊണ്ട് നാടൊട്ടാകെ ചുറ്റിയിരുന്നു. എന്തിനു വേണ്ടി? മഴ കിട്ടാൻ, മഴ പെയ്യാൻ. മമ്പുറത്തെ കൊടി എന്ന പേരിൽ നമ്മുടെ നാട്ടിലുള്ള ഈ അഹ്ലുസുന്നയുടെ ആളുകൾ എന്ന് പേരിൽ പറയുന്ന ആളുകൾ അവരുടെ പത്രത്തിൽ വലിയ അക്ഷരത്തിൽ ഹെഡിങ് കൊടുത്തു, മഴ പെയ്യാൻ മമ്പുറത്തെ കൊടി എന്ന്. ആലോചിച്ചു നോക്കൂ നിങ്ങൾ, എത്ര അതപ്പതിച്ചു പോയി. മഴ കിട്ടാൻ വേണ്ടി മമ്പുറത്തെ കൊടി എടുത്തിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ആ രൂപത്തിലുള്ള ആ ശിർക്കൻ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾ. മാത്രമല്ല സഹോദരങ്ങളെ, വളരെ കേട്ടാൽ നമുക്ക് രസകരമായി തോന്നുന്ന ചില പ്രത്യേകമായ കറാമത്തുകൾ പോലും മഴയുടെ കാര്യത്തിൽ എഴുതിവിട്ടിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ. ഞാനൊരു ഉദാഹരണം നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. 1995 ജനുവരി മാസത്തിൽ ഇറങ്ങിയ സുന്നത്ത് മാസിക എന്ന് പറയുന്ന ഒരു മാസികയുണ്ട്. നാട്ടിലുള്ള സമസ്തക്കാരുടെ ഒരു മാസികയാണ്. സമസ്തയിലെ AP വിഭാഗത്തിന്റെ ഒരു മാസികയാണ്. ആ മാസികയിൽ വേങ്ങര കോയപ്പാപ്പ എന്ന് പറയുന്ന ഒരു ഔലിയ എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിലെ വേങ്ങരയിൽ അതിലൂടെ അങ്ങാടിയിലൂടെയൊക്കെ നടന്നിരുന്ന ഒരു വേങ്ങര കോയപ്പാപ്പ എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് കറാമത്ത് എഴുതിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അത്ഭുതങ്ങൾ പറയാണ് ആ ലേഖനത്തിൽ. ആ വരി ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം സഹോദരങ്ങളെ. എന്താ അതിൽ പറയുന്നത് കേട്ടോളൂ. കടുത്ത വരൾച്ച, ശ്രദ്ധിക്കണം, കടുത്ത വരൾച്ച, എവിടെയും വെള്ളത്തിന് ക്ഷാമം. വേങ്ങര നിവാസികളായ ഏതാനും ആളുകൾ തങ്ങളെ സമീപത്തെത്തി കാര്യം ബോധിപ്പിച്ചു. അപ്പൊ എന്താ മൂപ്പര് ചെയ്തത്? ഓ, മഴയില്ല അല്ലേ എന്ന് പറഞ്ഞ് മൂപ്പർ ഉടുതുണി പൊക്കി അങ്ങ് മൂത്രിച്ചു. കേട്ടോ, മൂപ്പര് ചെയ്ത പണിയാണ്. ജനങ്ങൾ വന്നിട്ട് മഴല്ല പാപ്പാ എന്ന് പറഞ്ഞപ്പോ മൂപ്പര് മഴല്ല അല്ലേ എന്ന് പറഞ്ഞിട്ട് മൂപ്പര് ഉടുതുണിയാണ് പൊക്കിയിട്ട് നിന്ന് ആ മൂത്രാണ്ട് ഒഴിച്ചു. എന്നിട്ട് അദ്ദേഹം എന്തു പറഞ്ഞു? മൂത്രാണ്ട് ഒഴിച്ചിട്ട് ഇനി നിങ്ങൾ പൊയ്ക്കൊള്ളൂ, മഴ ഉടൻ ഉണ്ടാകും. ആശ്ചര്യം, അതാ വരുന്നു തകർപ്പൻ മഴ. നോക്കി നിങ്ങൾ, നമ്മുടെ നാട്ടിലുള്ള സമസ്തക്കാരുടെ സുന്നത്ത് മാസിക എന്ന് പറയുന്ന മാസികയിൽ എഴുതിവിട്ടതാണ്. ആലോചിച്ച് നോക്കി നിങ്ങൾ. എന്നിട്ട് അതിന്റെ അടിയിൽ ബാക്കി എന്താ പറയുന്നറിയോ? മുണ്ട് പൊക്കി നിന്ന് മൂത്രമൊഴിച്ച സംഭവം മറ്റു പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ കറാമത്താണത്. മുണ്ട് പൊക്കി നിന്ന് മൂത്രമൊഴിക്കുക. അത് മുമ്പും മൂപ്പരിക്കൊരു സംഭവങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഇസ്ലാമിലുണ്ടോ? ഇതാണ് പറയുന്നത്. ഈ രൂപത്തിലുള്ള പിഴച്ച പുത്തൻ പ്രസ്ഥാനക്കാരും ഇസ്ലാമും തമ്മിലുള്ള ബന്ധം എവിടെയാണ് സഹോദരങ്ങളെ?
നമുക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങൾ നോക്കൂ, ഈ മഴയില്ലാതായാൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതാണോ പഠിപ്പിച്ചത്? സ്വഹാബത്ത് ഇതാണോ പഠിപ്പിച്ചത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഴയില്ലാന്ന് അവിടത്തേക്ക് പരാതി കിട്ടിയപ്പോ അവിടുന്ന് റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ നിന്ന് ഇരു കരങ്ങളും ആകാശത്തിലേക്ക് പൊക്കി ഉയർത്തിയിട്ട് അല്ലാഹുവേ മഴ തരണേന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് മഴ വന്നത്. ഈ ഔലിയ ചെയ്തതെന്താ? ഈ ഔലിയയുടെ കറാമത്തായിട്ട് ഇത്തരത്തിലുള്ള ആളുകൾ പ്രചരിപ്പിക്കുന്നതെന്താ? എന്താ ചെയ്തത്? മഴയില്ലല്ലേ എന്നാ നിങ്ങൾ പേടിക്കണ്ടെന്ന് പറ. മൂപ്പർ അവിടെയാണ് നിന്നിട്ട് തുണിയാണ് പൊക്കിയിട്ട് മൂത്രാണ്ട് ഒഴിച്ചു. എന്നിട്ട് പറയണ ഇനി പൊയ്ക്കോളി, നിങ്ങൾക്ക് മഴ കിട്ടും. എന്നിട്ട് ഈ എഴുതിയ ആള് പറയണ് ആശ്ചര്യം, അതാ വരുന്നു തകർപ്പൻ മഴ. ഒന്ന് ആലോചിച്ചു നോക്കി നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈകൾ ഉയർത്തി ആകാശത്തിലേക്ക് കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് തേടുന്നു. ഇയാള് ഉടുമുണ്ട് പൊക്കിയിട്ട് മൂത്രമൊഴിക്കുന്നു. ഏതാ ഇസ്ലാം? ഏതാണ് ഇസ്ലാം? ഏതാണ് അഹ്ലുസുന്ന? ഏതാണ് പിഴച്ച കക്ഷികൾ? ഇതാണ് ഇത്തരത്തിലുള്ള ആളുകൾ കൊണ്ടു നടക്കുന്ന പ്രചരിപ്പിക്കുന്ന കറാമത്തുകൾ. ഇതിനെ എതിർത്താൽ പറയും കണ്ടോ ഇവർ കറാമത്ത് നിഷേധികളാണ്, ഔലിയാഇനെ പരിഹസിക്കുന്നവരാണ് എന്ന്. സഹോദരങ്ങളെ, സത്യം സത്യമായി തിരിച്ചറിയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ് ദീൻ, അള്ളാഹുവിൻ്റെ ദീൻ. അതാണ് ഇത്തരത്തിലുള്ള പുത്തൻവാദികൾ പ്രചരിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള വഷളൻ രൂപത്തിലുള്ള കറാമത്തുകൾ എന്ന പേരിൽ പ്രചരിപ്പിക്കുന്നവയെല്ലാം ജാഗ്രതയോടെ കണ്ട് അത്തരത്തിലുള്ള വാദങ്ങളിൽ പെട്ടുപോകാതെ നമ്മുടെ ഈമാനിനെ നാം കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ അവസരത്തിൽ എന്നോടും നിങ്ങളോടും ഉണർത്തുവാനുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം ഗൗരവത്തോടുകൂടെ കാര്യങ്ങളെ സമീപിക്കുക, മനസ്സിലാക്കുക, സത്യവിശ്വാസം ഉൾക്കൊള്ളുക, അതനുസരിച്ച് ജീവിക്കുക, തെറ്റായ വിശ്വാസങ്ങളിൽ നിന്ന് മാറി നിൽക്കുക, റഹ്മാനായ റബ്ബിനോട് നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക, പ്രവർത്തനം കൂടെ ഉണ്ടാവുകയും ചെയ്യുക. റഹ്മാനായ റബ്ബ് കൃത്യമായി അവൻ്റെ ദീനനുസരിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും നാഥൻ നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അസഹനീയമായ പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.